ഇതിനു മുമ്പ് ഞാൻ 2 ഇറ്റലിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ സോറി, അതേ പറയാനുള്ളൂ. ഞാൻ ആവശ്യമില്ലാതെ കുറെ ഹൈപ്പ് കൊടുത്തു എന്ന് തോന്നുന്നു. ഇറ്റലി വേൾഡ് കപ്പ് കളിക്കും, 3 വേൾഡ് കപ്പ് തുടർച്ചയായിട്ട് പോകത്തില്ല, നല്ല സ്കോറുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിന്റെ ആ ഒരു റിപ്പോർട്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഭാഗ്യമില്ല. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ആ മാച്ച് കണ്ടു കഴിഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. 3:30 എന്തോ ആയി സമയം. അപ്പോൾ മാച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആദ്യം ലീഡ് നേടിയതായിരുന്നു. ബോസ്നിയ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു തുടക്കം മുതൽ. ആദ്യമേ ലീഡ് നേടി. അതിനുശേഷം ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ്, അത് സത്യം പറഞ്ഞാൽ കളി തന്നെ പോയി. നമുക്കറിയാലോ, ആ ഒരു 10 പേരെ വെച്ച് പിന്നെ കളിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. അലജാൻഡ്രോ ബെസ്റ്റോണി നല്ലൊരു പ്ലെയറാണ്, നല്ല സെൻട്രൽ ബാക്കാണ്. ആള് എന്തിനാണ് അങ്ങനെ ഒരു ഡിസിഷൻ അവിടെ എടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം മാച്ച് കൈവിട്ട് പോയൊരു സിറ്റുവേഷനൊന്നും അല്ലല്ലോ. മാച്ചിൽ ഇനിയും സെക്കൻഡ് ഹാഫ് ഫുള്ള് കിടപ്പുണ്ട്. അപ്പോൾ ടാക്കിൾ ചെയ്തിട്ട് റെഡ് കാർഡ് വാങ്ങി 10 പേരായിട്ട് ചുരുങ്ങി പിന്നെ ഒരു ഗോളിന്റെ മാർജിൻ ഡിഫെൻഡിങ് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് 1-1 ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഗെയിം കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഒരു ഗോൾ കൂടെ അടിച്ചിട്ട് ജയിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ റെഡ് കാർഡായി. അവിടെ ആ ഒരു ഡിസിഷൻ എടുത്തു, ആ ഒരു ടാക്കിൾ ചെയ്തു, റെഡ് കാർഡായി. ഒരു മാൻ കുറഞ്ഞു. 10 പേരെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ പറയേണ്ടതില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിഫെൻഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോസ്നിയ നന്നായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 30 ഷൂട്ടാണ് ബോസ്നിയ അടിച്ചത്. 10 എണ്ണമായിരുന്നു ഡൊണാറുമ സേവ് ചെയ്തത്. ഞാനും ഇറ്റലി ക്വാളിഫൈ ചെയ്യുന്ന അവസാനം വരെ വിശ്വസിച്ചിരുന്നു. പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാച്ചിൽ 10 സേവ് ചെയ്ത കീപ്പറാണ് ഡൊണാറുമ. പക്ഷെ ഡൊണാറുമ ഒന്നും സേവ് ചെയ്യാൻ പറ്റിയില്ല. അവസാനത്തെ ആ ഒരു പെനാൽറ്റി, ബോസ്നിയ താരം എടുത്ത അവസാനത്തെ പെനാൽറ്റി, 4ാമത്തെ പെനാൽറ്റി കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഭാഗ്യമില്ലാത്ത ടീമാണ് ഇറ്റലി എന്നത്. അത്രയും മോശമായിപ്പോയി. കാരണം ഭാഗ്യമില്ല, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു മാച്ചിൽ കളിച്ചു, നന്നായിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാലും ആ ഒരു റെഡ് കാർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് മൊത്തത്തിൽ പോകാനുള്ളൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ സൗണ്ട് എന്നെ കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3:30 ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. ഞാൻ ആവശ്യമില്ലാതെയാണോ 2 വീഡിയോ ചെയ്തതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ നോർമലി ഞാനൊരു ഇറ്റലിയുടെ ഫാനൊന്നുമല്ല, ഉള്ളത് പറയുകയാണെങ്കിൽ ഞാൻ ഇറ്റലിയുടെ ഫാനൊന്നുമല്ല. പക്ഷേ ഇത്രയും 4 വേൾഡ് കപ്പ് നേടി ഇത്രയും വലിയൊരു ലെഗസി ഉള്ളൊരു ടീം വേൾഡ് കപ്പിന് വരണം, വേൾഡ് കപ്പിന് കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് 2014 2010 വേൾഡ് കപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇറ്റലി. അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള 2 വേൾഡ് കപ്പിൽ അവരില്ല. അവർ ആ യൂറോ നേടിയപ്പോഴൊക്കെ ഞാൻ അതെല്ലാം കണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ എന്ത് ചെയ്യാം, അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് ഇവർ കാണണമെന്ന് ഞാൻ വിചാരിച്ചു. കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നത് കണ്ടപ്പോഴാണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വീഡിയോ. അതിലൊരു 8 പേരെന്തോ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ കാണുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഭാഗ്യമില്ല. അടുത്ത വേൾഡ് കപ്പിന് ഇനി നോക്കാം. 2030 കുറച്ച് യങ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് ഇറ്റലിക്ക്. കുറച്ച് അണ്ടർ 17, അണ്ടർ 20 കാറ്റഗറി കളിക്കുന്ന കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാം. അതെല്ലാം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.